ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതൊരു പിzzയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേങ്കിൽ നോർമൽ പിzzയിൽ നിന്നും കുറച്ച് വെറൈറ്റിയാണ്. ചിക്കൻ ഫജീത്ത പിസ്സ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സ ആയതുകൊണ്ട് മാവ് കുഴച്ചിട്ട് വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടില്ലേ ഞാൻ 1.5 ടീസ്പൂണ് ഡ്രൈഡ് ഈസ്റ്റാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഈ പഞ്ചസാരയും ഈസ്റ്റും എല്ലാം നമ്മൾ മൈദയിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അട മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലാർജ് സൈസ് പിസ്സ ഉണ്ടാക്കാനുള്ള അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മൈദയിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ആക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കിയത്. കാരണം എല്ലാവരിലും ഒലിവ് ഓയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഓപ്ഷണലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പക്ഷേങ്കിൽ 2 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്താൽ ഈ ഡോക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ പിസ്സ ബേസിന് ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും പാൽപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടാ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളമില്ലേ, ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് പാലിൽ കുഴക്കാം. അതിപ്പം 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളമല്ലേ ഞാൻ എടുത്തത്, അതിന് പകരം 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്താൽ മതി. അപ്പോൾ രണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഈസ്റ്റും പഞ്ചസാരയും കൂടിയുള്ള മിക്സും കൂടി ഈ മാവിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 കപ്പ് മൈദ എടുത്തുതരാം, 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തത്. പക്ഷേങ്കിൽ ഞാൻ നോർമലി ആ ഒരു മെഷർമെൻറ്റിലാണ് കുഴക്കൽ. പക്ഷേങ്കിൽ ഇന്ന് കുറച്ച് അധികം ലൂസായ പോലെ എനിക്ക് തോന്നിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി മൈദയും കൂടി ഇട്ട് കൊടുത്തിന്. നിങ്ങളും അങ്ങനെ ആദ്യം 2 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അഥവാ ലൂസ് കൂടുതലാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കയ്യിലൊട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവുക. ആ സമയത്ത് നമ്മളൊന്ന് മിക്സാക്കി കഴിഞ്ഞാലില്ലേ, കൈ ഒന്ന് കഴുകി കുറച്ച് ഓയിലാക്കിയിട്ട് പിന്നെ കുഴച്ചാൽ മതി. ഈ ഒട്ടുന്ന സമയത്ത് കൂടുതൽ മൈദ ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബേസ് ഭയങ്കര ഹാർഡായി പോവും. ചപ്പാത്തി മാവ് പോലെയൊന്നും ഹാർഡായിട്ടല്ല കുഴക്കേണ്ടത്, അതിനേക്കാളും സോഫ്റ്റായിട്ട് ഇത് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വീഴുന്ന ആ ഒരു ലെവലിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതേപോലെ ഉണ്ടാവണം കേട്ടോ മാവ്. ഞാൻ പിന്നെയും പറയാൻ കാരണം അല്ലെങ്കിൽ ഹാർഡായി പോവും നമ്മൾ പിസ്സ ബേസ്. ഇതേപോലെ നല്ല ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുക. മേലെ കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കുക, ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പൊങ്ങും. തണുപ്പുള്ള സ്ഥലമാണെങ്കിലേ ഓവനോ അല്ലെങ്കിൽ എയർ ഫ്രയറോ ഒന്ന് വാമാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും കേട്ടോ. 1 മണിക്കൂർ കൊണ്ടെല്ലാം തന്നെ പൊങ്ങിക്കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഏകദേശം 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഇത്രയും പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, ഒറിഗാനോ, പിന്നെ ചതച്ച ചെറിയ ജീരകമാണ്, അതും 1/2 ടീസ്പൂണാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ജീരക ഞാൻ ഇട്ട ക്യുമിൻ സീഡില്ലേ, അതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ തന്നെ മതി, വെന്ത് വന്നോളും. പിന്നെ പൗഡേഴ്സിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ഞാൻ താഴെ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ ഇതേപോലെ വെള്ളമെല്ലാം വരും. അങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ. വെള്ളമെല്ലാം വറ്റുമ്പോഴത്തേക്ക് ചിക്കൻ വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വന്നേനെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിയെല്ലാം ഇട്ട് കൊടുക്കുക. ഈ ഫജീത്ത മസാലക്ക് ഫജീത്ത ആ ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിങ്ങിനില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കാം, സാൻഡ്വിച്ചും എല്ലാം ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. എല്ലാം ഹാഫ് തക്കാളിൻ്റെ പകുതി, ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു മീഡിയം സൈസ് ഉള്ളി, അതെല്ലാം കുറച്ച് നീളത്തിൽ കട്ടാക്കിയിട്ടായിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട സ്ലൈസ്ഡ് ചീസാണ്. ഇത് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ക്രീമി ഒരു ടേസ്റ്റ് വരിക. അഥവാ നിങ്ങളടുത്ത് സ്ലൈസ്ഡ് ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോസറല്ല യൂസ് ആക്കാം, കുഴപ്പമില്ല. പക്ഷേങ്കിൽ
ഇതിൽ സ്ലൈസ്ഡ് ചീസും കൂടി ഉണ്ടെങ്കിലാണ് ഒരു നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതാ ചീസും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയായി. ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും ഒന്നും കൂടുതൽ വാടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇല്ലേ നമുക്ക് പിസ്സ സെറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുന്നേ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ഉണ്ടാക്കാം. ഞാൻ ഏകദേശം ഒരു കാൽ കപ്പിലും കുറച്ച് കൂടുതൽ കെച്ചപ്പ് എടുത്തിന്. നിങ്ങൾ പിസ്സ ഉണ്ടാക്കുന്ന ഒരു സൈസിന് നിങ്ങൾക്ക് എത്ര വേണ്ട വരും എന്നറിയാലോ. അപ്പോൾ അത്രയും കെച്ചപ്പ് എടുക്കുക. കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂട്ടിയെടുക്കുക. ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഇതെല്ലാം ഓരോരോ ടീസ്പൂണാണ് കേട്ടോ, ചെറിയ ടീസ്പൂണാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് റെഡിയായി. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാനിത് എയർ ഫ്രയറിൽ വാമാക്കിയിട്ട് ഇറക്കി വെച്ചതേനു കേട്ടോ. ഒരു മണിക്കൂർ കൊണ്ട് എനിക്കിത് റൈസായിട്ട് കിട്ടീന്. ഇതിൻ്റെ എയറെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഈ പിസ്സ പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാനിൽ സൈഡിലും എല്ലാം അത്യാവശ്യം നല്ലോണം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം, എൻ്റെത് വലിയ സൈസുള്ള പാനാണ്. അതുകൊണ്ട് ഞാനിതൊരു സിംഗിൾ പിസ്സ ആയിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു മീഡിയം സൈസുള്ള പാനല്ലാണെങ്കിൽ എനിക്കിത് വെച്ചിട്ട് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ കട്ടിയായി പോകാൻ പാടില്ല. മീഡിയം സൈസ് പാനാണെങ്കിൽ 2 മീഡിയം പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഇത് എൻ്റെ ലാർജ് സൈസാണ്. നല്ല വലുപ്പമുണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇനിയിപ്പോൾ ഇതാ ഞാനൊന്ന് കുത്തി കൊടുത്തേന്. എന്നിട്ട് ഇതിലേക്ക് ആദ്യം പിസ്സ സോസ് അപ്ലൈ ആക്കുക. എന്നിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. പിന്നെ ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുത്തേന്. പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്ലൈസ്ഡ് ചീസ് മസാലയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഞാനിത് ഈ ഒരു ഫജീത്ത മസാല വെച്ചിട്ട് മുന്നേ ഒരു സാൻഡ്വിച്ച് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് സെയിം ബ്രെഡിൽ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ എങ്ങനെയായാലും ഈ സെയിം മാവ് വെച്ചിട്ട് നമ്മൾ തുറക്കലപ്പയില്ലേ, അതെല്ലാം പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ മേലെയും ഒരു സ്ലൈസ്ഡ് ചീസ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ബാക്കി മോസറല്ല ചീസാണ് ഇട്ടുകൊടുത്തത്. ഇത് ഞാൻ രണ്ടും മിക്സാക്കിയിട്ട് ഇതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കണേ. കാരണം നമ്മളെ പാനലൊന്ന് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ഇത് ചെറുങ്ങനെ സൈഡിലൊന്ന് പൊങ്ങി വരും കേട്ടോ. ആ സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കാം. പിന്നെ അതേ മീഡിയം ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ അടി മാത്രം കരിഞ്ഞു പോയിട്ട് മേലെ ഭാഗമൊന്നും വേവാണ്ട് വരും. അപ്പോൾ ആദ്യം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിം, പിന്നെ ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിലും ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നേനെ. ഇത് കണ്ട സൈഡ്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്പഞ്ച് പോലെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ള പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വീഡിയോസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.